എന്നിട്ട് മൂപ്പര് ചോദിക്കുന്നേ, കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ലേ എന്ന്. ആ പറഞ്ഞത്, നിങ്ങളാ വായിച്ചത് കാന്തപുരം ഉസ്താദ് അതിന് അവതാരിക എഴുതിയിട്ടില്ല എന്ന് നിങ്ങളാ വായിച്ചതും പറഞ്ഞതും കളവാണെന്ന് തെളിയിച്ചിട്ടുമില്ലേ? ആ പുസ്തകത്തിനല്ല ഉസ്താദ് അവതാരിക എഴുതി കൊടുത്തത്, മറ്റൊരു പുസ്തകത്തിനാണ് എന്നത് ഞാൻ വ്യക്തമായി നാദാപുരത്ത് തെളിയിച്ചിട്ടില്ലേ? എന്നാൽ ഈ ബുക്കോ ഏതാ പറയുമ്പോ മൗലവി ഇവിടെ കാണിച്ചല്ലൊരു ബുക്ക് കാന്തപുരം അവതാരിക എഴുതി നിർത്തി. ഇത് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകമാണെന്ന് തെളിയിക്കാൻ മൗലവിയെ ഞാൻ 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു. കാരണം പറഞ്ഞുതരാ കേട്ടോളി. മൗലവി ഇവിടെ കാണിച്ചല്ലോ 10/7/73 തൊട്ട് ഒരു കാണിക്കൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാം. ഈ പുസ്തകം ആണ്ട് നേർച്ചയും അപവാദം, ചില അപവാദങ്ങൾ എന്ന ഈ പുസ്തകത്തിന് എപ്പോഴാണ് അവതാരിക എഴുതിയിട്ട് മൗലവി കാണിച്ചത്? 10/7/73. ശരിക്കും മനസ്സിലാക്കണേ. ഞാൻ ഇതിൽ നിന്നൊരു വാചകം വായിക്കാൻ പോവാണ്. മൗലവിന്റെ കള്ളത്തെ ഇപ്പം മനസ്സിലാവും. കേട്ടോളെ. അൽ ഇർഫാദിന്റെ വഞ്ചന. അൽ ഇർഫാദ് PMK വൈസൊക്കെ ഇറക്കുന്ന ഒരു മാസികയുണ്ട്. അതിന്റെ വഞ്ചന, അൽ ഇർഫാദിന്റെ വഞ്ചന. ഈ അൽ ഇർഫാദ് മാസിക ഇറങ്ങാൻ തുടങ്ങി എത്രാമത്തെ കൊല്ലത്തിലാ? 1984. 84 ഇറങ്ങിയ അൽ ഇർഫാദിന് വഞ്ചന ഉണ്ട് എന്ന് 73 ഇറങ്ങിയ ബുക്കില് മൗലവിന്റെ തലച്ചോറങ്ങനുണ്ട്. 84 ഇറങ്ങാൻ തുടങ്ങിയ അൽ ഇർഫാദിന് വഞ്ചന ഉണ്ട് എന്ന് 73 അവതാരികയുടെ ബുക്കിൽ എങ്ങനെ വന്നു മൗലവി? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പുസ്തകത്തിൽ പിന്നീട് ഉസ്താദ് എഴുതിക്കൊട്ട പുസ്തകം ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്നതല്ല, മറിച്ച് ആണ്ട് നേർച്ച എന്തല്ല എന്ന് ശിഹാബുദ്ദീൻ അഹമ്മദ് വൈസാലിയാത്തിയുടെ ഫത്വയാണെന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് ഇത് വിവർത്തനം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒപ്പിട്ട് കൊടുത്തതാണ്. അത് പിന്നെ കൊണ്ടുപോയിട്ട് ഇർഫാദിനെതിരെ വരെ എഴുതിയ ഒരു ബുക്കിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോയി ചേർത്തവരാരാന്ന് നമുക്കറിയില്ല. KM മുഹമ്മദ് കോയ ഇപ്പൊ മരണപ്പെട്ടുപോയി. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ ചോദിച്ചു നോക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു വയസ്സുള്ള ആളാണ്, അയാൾ ആരോ പറ്റിച്ചതായിരിക്കും. ഇതാണ് അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അല്ലെങ്കിൽ മൗലവി ഒരു കാര്യം പറ, 73 എഴുതിയ ബുക്കിൽ 84 മാസികന്റെ പേരുണ്ടാവും, അതിൽ വഞ്ചന നടത്തിയ ചരിത്രം ഉണ്ടാവും മൗലവി ഒന്ന് പറ. നമുക്കതാ കേൾക്കേണ്ടത്. മൗലവി ഒരു കാര്യം മനസ്സിലാക്കണം. സുന്നികളാണോ പറഞ്ഞത് സത്യമായിരിക്കും, മുജാഹിദാണോ പറഞ്ഞത് കളവായിരിക്കും. കേട്ടോ, ഞാൻ സുന്നിയാണ്, ഞാൻ പറഞ്ഞത് സത്യം. തെളിയിക്കട്ടെ മൗലവി. അതൊന്ന് കാണിച്ചില്ല. ഞാനിവിടെ ഒരു പുസ്തകം വായിച്ചു, ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. ഞാൻ ചുരുക്കി പറയണതൊക്കെ പിന്നെ നിങ്ങൾക്ക് കാണാം. ഈ ആണ്ട് നേർച്ചയും അപവാദങ്ങൾ എന്നുള്ള പുസ്തകം വായിച്ച് ആ പുസ്തകത്തിൽ മുട്ടും വിളിയും കരിമരുന്നും കുഴൽ വിളിയും ഒക്കെ ന്യായീകരിച്ചിട്ടുണ്ട്. കരിമരുന്നൊക്കെ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ എന്ന് ഞാൻ ഇവിടുന്ന് ചോദിച്ചിരുന്നു. 10/7/1973 ഡേറ്റ് വെച്ചുകൊണ്ട് കാന്തപുരം എന്ന് പ്ലേസും എഴുതിയിട്ട് വിനീതൻ AP അബൂബക്കർ മുസ്ലിയാർ MFB എഴുതിയിൽ മാത്രല്ല, നിങ്ങൾ ഈ അവതാരികയെ കുറിച്ച് എന്താ അവതാരികയിൽ മൂപ്പരെന്താ പറഞ്ഞതെന്നറിയോ? മൂപ്പരി അവതാരികയിൽ പറഞ്ഞതെന്താ കേട്ടോണേ. മഹാനായ മർഹൂം ഷാലിയാത്തി അവറുകളുടെ പാവന സ്മരണ നിലനിർത്തുവാൻ നിയുക്തമായ പ്രസിദ്ധീകരണ ബ്യൂറോവിന്റെ പ്രഥമ പ്രസിദ്ധീകരണമായ ആണ്ടുനേർച്ചകൾ എന്തല്ല എന്ന ഈ പുസ്തകത്തിന് ഒരവതാരിക എഴുതുവാൻ അനുഗ്രഹിച്ച അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. കാന്തപുര പറയുന്നത് ആണ്ടുനേർച്ച എന്നല്ല, അയാൾ ആദ്യം പറഞ്ഞതിന്റെ പേര് ആണ്ടുനേർച്ചയും. ഇത് മുന്നിൽ നിന്ന് കേട്ട് ചിരിച്ചുകൊണ്ടില്ലേ മുജാഹിദ്? നിങ്ങളെ നരകത്തിലെത്തിച്ചിട്ടും ചിരിക്കൂലേ ഈ മൗലവി? നരകത്തിലെത്തിച്ചിട്ട് ചിരിക്കൂ. ഇബ്ലീസിന്റെ പണിയാണ് ഇത്. പറ്റിക്കണം നിങ്ങളെ. ഞാനിത് പ്രസംഗിക്കുന്ന മുജാഹിദിനോട് സഹതാപം തോന്നിയില്ല. ഈ മൗലവിമാർ നിങ്ങളെ വഞ്ചിക്കാണ്. എന്റെ പല പേരോടുകൾ പറഞ്ഞു, കഥകൾ പറഞ്ഞു. നിങ്ങളെ വഞ്ചിക്കാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. ആദ്യം പറഞ്ഞ പേരല്ല പിന്നെ പറയുന്നത്. അത് നിങ്ങൾ ചിന്തിച്ചില്ല. അതാ അയാൾ ഇടയ്ക്ക് നിങ്ങളോട് പൊട്ടന്മാരെ പൊട്ടന്മാരെ മനസ്സിലാവില്ല. ഇത് മുഴുവൻ പൊട്ടന്മാരാണല്ലോ. എന്തൊരു സംഘാണിത്. പിന്നെയും മൂപ്പര് അതെന്നിങ്ങനെ പറയാൻ, ഈ എന്തൊരു സങ്കടാണ് ഈ മനുഷ്യന്റെ കാര്യം. ഇനി